ക്ലാസ്സോ അറിയാത്ത തങ്ങളുടെ സഹപാഠിക്ക് 10 രൂപയുടെയും 20 രൂപയുടെയും കൂപ്പൺ വിറ്റ് വീട് നിർമ്മിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് ഒരു സർക്കാർ വിദ്യാലയം. വെറും 3 മാസം കൊണ്ടാണ് ഗവൺമെന്റ് UP സ്കൂൾ കൊടിയത്തൂരിലെ കുഞ്ഞു കുരുന്നുകൾ സഹപാഠിക്കായിട്ടൊരു വീട് നിർമ്മിച്ചു നൽകിയത്. കൊടിയത്തൂരിലെ JUP സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിക്കുന്ന ഒരു പതിവുണ്ട്. അതുപോലൊരു സന്ദർശന സമയത്താണ് വാസയോഗ്യമല്ലാത്ത ഒരു വിദ്യാർത്ഥിയുടെ വീട് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ ആ വീടിന്റെ വീഡിയോ എടുത്ത് മറ്റ് അധ്യാപകരെയും PTA അംഗങ്ങളെയും കാണിച്ചു. ആ കുഞ്ഞിന് ഒരു വീട് നിർമ്മിച്ചു നൽകാമെന്ന തീരുമാനത്തിലുമെത്തി. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന കുട്ടിയുടെ പേരോ ക്ലാസ്സോ മറ്റു കുട്ടികളെ അറിയിച്ചതുമില്ല. ഒരാളുടെയും അഭിമാനത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെ ആവണം എന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുടുംബത്തെയോ ആ കുട്ടിയെ നമ്മളിവിടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടിയെ നമ്മൾ ഇവിടെ ഈ സദസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഈ താക്കോൽദാന കർമ്മം HM നിർവഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സഹപാഠിക്ക് വീട് നിർമ്മിച്ചു നൽകാൻ സാധിച്ചതിൽ JUP സ്കൂളിലെ വിദ്യാർത്ഥികളും ഹാപ്പിയാണ്. ഞങ്ങൾക്ക് സാർ ഒരു കൂപ്പൺ തന്നു. ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള അയൽവാസികളിൽ നിന്ന് ഞങ്ങളെ വീടിനൊക്കെ കൂപ്പൺ കണക്ട് ചെയ്ത് ഞങ്ങളെ കുട്ടിക്ക് വീടുണ്ടാക്കാനുള്ള ചെറിയ തുക കുട്ടിക്ക് കൊടുത്തി. വീടിന്റെ വീഡിയോ കണ്ടപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ആ വീട് ഉണ്ടാക്കി കൊടുത്തതാണ്. ഞങ്ങൾക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെ കൂപ്പൺ വിറ്റാണ് പണം സമാഹരിച്ചത്. ഏതാണ്ട് 7 ലക്ഷത്തോളം രൂപ ചിലവിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 10 രൂപയുടെയും 20 രൂപയുടെയും കൂപ്പണുകൾ വിറ്റ് വെറും 3 മാസം കൊണ്ടാണ് വീട് പണി പൂർത്തിയാക്കിയത്. പുതുതായി ഉണ്ടാക്കിയ വീടിന്റെ താക്കോൽദാന ചടങ്ങിലും ആ വിദ്യാർത്ഥിയെയോ കുടുംബത്തെയോ വിളിച്ചില്ല. അവരുടെ പേരും പരാമർശിച്ചില്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. എന്തായാലും ആ വീട് വെച്ച് കൊടുത്തു. വളരെ സന്തോഷമുള്ള വലിയ നന്മയുള്ള ഒരു കാര്യം തന്നെ. പക്ഷേ ആ ഒരു കുഞ്ഞിൻ്റെ പേര് പറയാതിരുന്നത് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. കാരണം ആ ഒരു കുഞ്ഞിന് ഒരു പക്ഷേ അത് പുറത്ത് പറയാൻ താല്പര്യമുണ്ടാവില്ല. ചിലപ്പോൾ ഒരു മോശമായിട്ടൊക്കെ തോന്നുന്നുണ്ടാകും മറ്റുള്ളവർ. ചെറിയ കുഞ്ഞുങ്ങളാണ്, മനസ്സിലത് ഏത് രീതിയിലാണ് ബാധിക്കുക, എങ്ങനെയാണ് അവർ എടുക്കുക എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ആ പേര് പറഞ്ഞില്ല, ആ കുടുംബത്തിൻ്റെ കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും പറഞ്ഞില്ല എന്നുള്ളത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അഖില CP ചേരുന്നുണ്ട് തത്സമയം. അഖില, കുഞ്ഞു മക്കളാണ് ഒന്ന് ചേർന്ന് 10-ൻ്റെയും 20-ൻ്റെയും ഒക്കെ കൂപ്പൺ വെച്ച് ഗംഭീരമായൊരു വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. വലിയ കയ്യടി ആ കുഞ്ഞുങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണല്ലേ ഹിമ? നമ്മൾ ഏറ്റവും ആദ്യം അഭിനന്ദിക്കേണ്ടത് ഈ കൊടിയത്തൂർ JUP കൊടിയത്തൂർ സ്കൂളിലെ അധ്യാപകരെയാണ്. കാരണം അവരെടുക്കുന്ന ഒരു തീരുമാനം, സ്വന്തം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വീട് ഒരിക്കൽ സന്ദർശിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരു UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിലെ സ്ട്രെങ്ത് ഒക്കെ നമുക്കറിയാം. 100 കണക്കിന് കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാ മാസവും ഓരോരുത്തരുടെ വീട് സന്ദർശിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അവർ കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങളിലാണോ മറ്റ് സൗകര്യങ്ങളൊക്കെ അവർക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ അധ്യാപകരുടെയും PTA നേതൃത്വത്തിൽ ഈ വീട് സന്ദർശിക്കുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനത്തെ നമ്മൾ ഏറ്റവും ആദ്യം അഭിനന്ദിക്കണം. ആ ഒരു വീട് സന്ദർശിക്കുന്ന വേളയിലാണ് ഇത്തരം വാസയോഗ്യമല്ലാത്തൊരു വീട്ടിൽ തങ്ങളുടെ സ്കൂളിൽ ഒരു കുട്ടി താമസിക്കുന്നുണ്ട് എന്ന് അറിയുകയും ആ ഒരു വീഡിയോ എടുത്ത് PTA അംഗങ്ങളെയൊക്കെ കാണിച്ച് ഈ കുഞ്ഞിനൊരു വീട് നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം PTA-യുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല അത് ആദ്യം അറിയിച്ചത് സ്കൂളിലെ കുട്ടികളെ തന്നെയാണ്, വിദ്യാർത്ഥികളെ തന്നെയാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികളോട് ആ കാര്യം പങ്കുവെക്കുമ്പോൾ, ആ കുട്ടിയുടെ വീട് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിലും ഒരു തീരുമാനം ഉണ്ടാകുന്നു. തൻ്റെ സഹപാഠി ഒരിക്കലും ആരായാലും ഏത് സഹപാഠിയായാലും ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടവരല്ല അവരെന്ന് അവരുടെ ഒരു നിശ്ചയദാർഢ്യത്തെ കൂടി നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. അവർ ഈ 10ഉം 20ഉം കൂപ്പണുകൾ വീടിന്റെ പരിസരത്തും കവലകളിലും ഒക്കെ വിറ്റിട്ടാണ് ഇത്രത്തോളം 7 ലക്ഷത്തോളം രൂപ സമാഹരിച്ച് ആ കുഞ്ഞിന് വീട് വെച്ച് നൽകുന്നത്. മാത്രമല്ല ആ കുഞ്ഞിന്റെ പേരും വളരെ പക്വമായ തീരുമാനമാണ്. കാരണം ആ കുട്ടി ആരാണെന്നോ ആ വീട് ഏതാണെന്നോ പേരൊന്നും പരാമർശിക്കാതെയാണ്. ഇപ്പൊ ഈ താക്കോൽദാന ചടങ്ങിൽ പോലും ആ കുട്ടിയുടെ പേരോ വീടോ ഒന്നും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വലിയൊരു പാഠം, അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വലിയൊരു പാഠം നൽകുകയാണ്. അടിസ്ഥാന സൗകര്യത്തിന്റെയും തുല്യതയുടെ ഒക്കെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി ഈ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുകയാണ്. അഖില പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ മൂല്യം എന്താണെന്ന് അവർ ഇപ്പോഴേ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോഴേ അവർ മിടുക്കരായ വിദ്യാർത്ഥികളായിരിക്കുന്നു. മറ്റൊരു കാര്യം, ആ അധ്യാപകർ കുഞ്ഞുങ്ങൾ സ്കൂളിൽ എങ്ങനെ വന്ന് പഠിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടോ എന്നുകൂടി തേടിപ്പോയി ആ കുഞ്ഞിനൊരു വീട് വെച്ച് കൊടുത്തു എന്നുള്ളതിൽ അധ്യാപകരും വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്.